ഈ തക്കാളി ചെടിക്ക് ഇപ്പം നോക്കിയാൽ ഇലകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ തക്കാളികളുണ്ടോ എന്നൊരു സംശയം. 10 തക്കാളികളുണ്ട്. ഇതിനു മുമ്പ് ഒരു 6 പറിച്ചെടുത്താന്ന് ഓർക്കണം. ഇലകളൊക്കെ വളരെ കമ്മിയാണ്. ഇലകൾ വലിയ ആരോഗ്യം പോരാ. കുറേ ചിത്രകീടത്തിൻ്റെ ആക്രമണമൊക്കെ കാണുന്നുണ്ട്. നല്ല ചിത്രം വരച്ച പോലെ കാണുന്നില്ല ചില ഇലകളിലൊക്കെ. എന്നിട്ടും ഈ തക്കാളി ചെടി ചെറിയ തക്കാളികളാണ്, അത്ര വലുതൊന്നുമല്ല. പിന്നെ അതിനത്രയല്ലേ പറ്റുള്ളൂ. ഒരു 15 ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് ഇത് വളരണേ. ലെയറിങ് പോലെ വേറെ ചെടിച്ചട്ടിയിലേക്ക് വളർത്തിയിട്ടില്ല. വേറെ ചെടിച്ചട്ടിയുടെ മുകളിൽ കൂടെ പോകണമെങ്കിലും മണ്ണിൽ ഇത് തട്ടാത്തതുകൊണ്ട് അവിടെ പുതിയ വേരൊന്നും വന്നിട്ടില്ല. ആ കാണുന്ന ചെറിയ കുറ്റികളൊക്കെ മുമ്പ് തക്കാളി പറിച്ചെടുത്തതിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, എല്ലാ ചെടി ഇതുപോലെ തക്കാളി ഉണ്ടാവുകയാണെങ്കിൽ എന്തോ ഒരു രസമായിരുന്നു. വിൽക്കാനുള്ള തക്കാളി ആയേനെ. എനിക്ക് വിൽക്കൊന്നും വേണ്ട, വിൽക്കാനുള്ള താല്പര്യവുമില്ല. പക്ഷെ എന്നാലും സ്ഥിരമായിട്ട് തക്കാളി ഇതുപോലെ കിട്ടുകയാണെങ്കിൽ കടയിൽ നിന്ന് തക്കാളി വാങ്ങാൻ പോകണ്ടല്ലോ. ഇവിടെ ഒരുവിധം എല്ലാ കറികൾക്കും തക്കാളി വേണമെന്നുള്ള ചിന്താഗതിക്കാരാണ് ഉള്ളത്. അപ്പോൾ ദിവസവും തക്കാളി 2 കിട്ടിയാൽ മതി. പക്ഷെ ഇതെവിടെ, ഇത് 10 പഴുക്കുന്നത് 10 ദിവസമായിട്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഇത് പഴുത്ത് കിട്ടണമല്ലോ, അതിൻ്റെ ഇടയിൽ കിളി കൊത്തി പോവാതിരിക്കണം. പിന്നെ ബാക്കി ചെടികൾ വേറെ 5-6 ഉണ്ട്. അതിലിപ്പോൾ ഒരെണ്ണത്തിൽ 2-3 അങ്ങാണ്ട് ചെറിയ തക്കാളികൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ തക്കാളികൾക്കൊന്നും സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളിയുടെ വലിപ്പമൊന്നുമില്ല കേട്ടോ. ഒക്കെ ഇതിൽ ഏറ്റവും വലുതിന് ഒരു നെല്ലിക്കയുടെ വലിപ്പമൊക്കെ തന്നെ ആയിട്ടുള്ളൂ. മാത്രമല്ല ഇത് കഴിഞ്ഞ തവണ 6 ഞാൻ ഇതൊന്ന് പറിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒരു നെല്ലിക്കക്കാടും കുറച്ചുകൂടെ വലുതായി. ഒരു ഓറഞ്ചിൻ്റെ വലിപ്പമൊന്നും ആയില്ല. തക്കാളി എന്ന് പറഞ്ഞാൽ ശരിക്കും ഓറഞ്ചിൻ്റെ വലിപ്പമൊക്കെ വരണ്ടേ, എന്നാലല്ലേ നല്ലൊരു ഉഷാറ് തക്കാളി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് സന്തോഷമാണ്. കാരണം ഇത്രയും കാലം ഒന്നും ഉണ്ടാവാതിരുന്നിട്ട് ഇപ്പോൾ കുറച്ച് തക്കാളികൾ കാണുമ്പോൾ അതിന് വലിയ സന്തോഷമാണ്.